നമസ്കാരം. വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ നായകൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ഷൈനികം. ഇപ്പോൾ ഷൈനികത്തിന്റെ ഏറ്റവും പുതിയ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. നാളെ ഡിസംബർ 25-ന് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഷൈനികത്തിന്റെ ഹാൽ എന്ന ചിത്രം വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 2010-ൽ അഭിനയ ജീവിതം തുടങ്ങിയ ഷൈനികത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു വരാം. മലയാള സിനിമയിലെ പ്രമുഖ യുവനടന്മാരിൽ ഒരാളായ ഷൈനികം പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത് അദ്ദേഹം ഉൾപ്പെട്ട വിവാദങ്ങളുടെ പേരിലാണ്. സിനിമാ സംഘടനകളുമായുള്ള തർക്കങ്ങളും ലൊക്കേഷനിലെ പെരുമാറ്റ ദൂഷ്യവുമാണ് പ്രധാനമായും ഇയാൾക്കെതിരെയുള്ള വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഷൂട്ടിംഗ് സെറ്റുകളിൽ ഷൈൻ ഉൾപ്പെടെയുള്ള യുവനടന്മാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും കൃത്യമായി അഭിനയിക്കാൻ എത്തുന്നില്ല എന്നതും ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ സംഘടന പലതവണ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഷൈൻ ഈ ആരോപണങ്ങളെയെല്ലാം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. 2010-ൽ താന്തോന്നി എന്ന പൃഥ്വിരാജ് ചിത്രത്തിലൂടെ പൃഥ്വിയുടെ ചെറുപ്പകാലം ചെയ്താണ് ഷൈനികം സിനിമയിൽ എത്തുന്നത്. തുടർന്ന് 2016 വരെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. 2013-ൽ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, 2013-ൽ തന്നെ അന്നയും റസൂലും എന്നീ ചിത്രങ്ങൾ ചെയ്തു. ഇതിൽ അന്നയും റസൂലിലെയും അഭിനയം ശ്രദ്ധ നേടി എന്നു പറയാം. തുടർന്ന് 2014-ൽ മമ്മൂട്ടി നായകനായ ബാല്യകാലസഖി എന്ന ചിത്രത്തിലും 2016-ൽ ദുൽഖർ സൽമാൻ പ്രധാന വേഷം ചെയ്ത കമ്മട്ടിപ്പാടം എന്ന ചിത്രങ്ങളിലും അഭിനയിച്ചു. തുടർന്ന് 2016-ൽ തന്നെയാണ് ഷൈൻ ആദ്യമായി നായക വേഷം ചെയ്യുന്നത്. ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്ത കിസ്മത്ത് എന്ന ചിത്രം മികച്ച അഭിപ്രായം നേടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പ്രധാനമായും നായക വേഷങ്ങൾ തന്നെയാണ് ഷൈനികം ചെയ്തിരുന്നത്. ഇതിൽ പറവ, ഭൂതകാലം, കുമ്പളങ്ങി നൈറ്റ്സ് എന്നിവ എടുത്തു പറയേണ്ട ചിത്രങ്ങളാണ്. ഷൈനികത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിവാദം വരുന്നത് വെയിൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ്. ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ പീഡനം നേരിടുന്നു എന്ന് ആരോപിച്ച് ഷൈൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് വലിയ പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. പിന്നീട് നടന്ന ഒത്തുതീർപ്പിന് ശേഷം താരം തിരിച്ചെത്തിയെങ്കിലും സിനിമയിലെ കണ്ടിന്യൂറ്റിക്ക് ആവശ്യമായിരുന്ന നീളമുള്ള മുടിയും താടിയും ഷൈൻ വെട്ടിമാറ്റി. ഇത് സിനിമയോടും നിർമ്മാതാവിനോടും കാണിച്ച പ്രതികാരം എന്ന രീതിയിൽ കണ്ട് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താരത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തുടർന്ന് ഷൈൻ അഭിനയിച്ചുകൊണ്ടിരുന്ന വെയിൽ, ഗുർബാനി എന്നീ ചിത്രങ്ങൾ ഉപേക്ഷിക്കാൻ അസോസിയേഷൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വിലക്ക് മാറ്റി താരം തിരിച്ചു വന്നു. എങ്കിലും 2023-ൽ സൂപ്പർ ഹിറ്റായ RDX എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വീണ്ടും ഷൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു കേൾക്കുകയുണ്ടായി. സിനിമയിൽ തന്നെക്കാളും പ്രാധാന്യം മറ്റു താരങ്ങളായ ആന്റണി വർഗീസ്, ധീരജ് മാധവ് എന്നിവർക്ക് കൊടുക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സോഫിയ പോളിന് ഷൈൻ അയച്ച കത്ത് വലിയ വാർത്തയായിരുന്നു. ലൊക്കേഷനിലെ മോശം പെരുമാറ്റവും നിസ്സഹകരണവും ചൂണ്ടിക്കാട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും വീണ്ടും ഷൈനികത്തിനും ശ്രീനാഥ് വാസിക്കും താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഷൈൻ വീണ്ടും അഭിനയ രംഗത്തേക്ക് വന്നു. മദ്രാസ്കാരൻ, ബൾട്ടി പോലുള്ള മികച്ച ആക്ഷൻ ചിത്രങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഷൈനികം അഭിനയിച്ച ചിത്രങ്ങൾ. ഇപ്പോൾ ഇതാ ഷൈനികത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ഹാൽ വിവാദത്തിലാണ്. സിനിമയിൽ മുസ്ലിം ക്രിസ്ത്യൻ പ്രണയവും ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും കൈകാര്യം ചെയ്യുന്നതിനാൽ സെൻസർ ബോർഡ് ഏകദേശം 16ഓളം കട്ടുകൾ ഈ സിനിമയ്ക്ക് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. ആതിഫ് അസ്ലം പാടിയ ഹിജർ എന്ന ഗാനം പാകിസ്ഥാനിൽ നിന്നുള്ള ഉള്ളടക്കം എന്ന പേരിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ അനുമതി ലഭിക്കാത്തതും വാർത്തയായി. പിന്നീട് ചിത്രത്തിൽ ബീഫ് കഴിക്കുന്ന ഭാഗവും കട്ട് ചെയ്യണം എന്നവ ആവശ്യപ്പെട്ടതും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് കോടതി ഇടപെട്ട് സിനിമ കാണുകയും റിലീസ് അനുമതി നൽകുകയും ചെയ്തു. ഇപ്പോൾ ഇതാ വലിയ വിവാദങ്ങൾക്കൊടുവിൽ ചിത്രം ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസ് ചെയ്യും. എന്തായാലും ഷൈനികത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം നമ്മൾക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം.